ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാളി സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് സാറാണ്. അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ പ്രാർത്ഥനയാണ് നടത്തിയത്. അത് കഴിഞ്ഞ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ഓണാഘോഷ പരിപാടിക്ക് തുടക്കമിട്ടു. ആദ്യം തന്നെ നമ്മൾ മ്യൂസിക്കൽ ചെയറാണ് നടത്തിയിരുന്നത്. ചെറിയ കുട്ടികളടക്കം പങ്കെടുത്തിരുന്നു. അത് കണ്ടു നോക്കാം. ഇനി ചെറിയ ചെറിയ പരിപാടികളെല്ലാം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ബലൂണ് ഒരാൾ ഊതി പൊട്ടിക്കലാണ് പരിപാടി. ഇതൊന്ന് നോക്കാം. അടുത്തത് ചാക്കത്തുള്ളലാണ്. ഇതൊന്ന് കണ്ടു നോക്കാം. ആർക്കും പറയാൻ വയ്യ. ഇതാ 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 വളരെ വളരെ കറക്റ്റ്, വളരെ സൗന്ദര്യപരമായി കുട്ടിയിരിക്കുന്നു. വളരെ
കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.5 മാസത്തോളം എനിക്ക് ഒരു കൈ വേദനയായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇന്നും അത് പോയിട്ടൊന്നുമില്ല, ഇടയ്ക്ക് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനും ഒരു കമ്പുവലിയൊക്കെ നിന്നത്. അപ്പോൾ നാളെ രാവിലെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഈ കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ ചെറുപ്പമാവും സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പാണ് ഒരു കമ്പുവലി മത്സരത്തിൽ പങ്കെടുത്തത്. അത് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇതുപോലെ കമ്പുവലി നടത്തി ഒരു ഗംഭീര ടീമുണ്ടായിരുന്നു. എടയന്നൂർ സ്കൂൾ പഠിക്കുമ്പോൾ വലിയ അധ്യാപകരെക്കാളും വലിയ ടീമാണ്. അവരവസാനം പറഞ്ഞു അധ്യാപകരുമായിട്ട് നമുക്ക് ഒരു കമ്പുവലി വലിക്കണം. അപ്പോൾ നമ്മൾ സൗഹൃദത്തിൽ അവരോട് പറഞ്ഞു അത് വേണ്ടെന്ന്, കാരണം നമുക്ക് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു, കാരണം നമ്മളെക്കാളും വലിയ ഇവരാണ്. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ഇതേപോലെ ഒരു സാഹചര്യത്തിൽ കമ്പുവലിക്കാൻ അറിയാം. അത് ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ ഒരൊറ്റ വലിക്ക് തന്നെ ഇപ്പോൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായില്ല. അപ്പോഴാണ് ആ ഒരു അനുഭവത്തിൻ്റെയും എന്താ പറയുക ആ ഒരു ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകം തന്നെയാണ് കമ്പുവലി. അല്ലാതെ അടിയൊന്നുകൊണ്ടൊരു കാര്യമില്ല. മത്സരത്തിൽ എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയത് കേട്ടോ.